ഒരാൾക്ക് 5 മക്കള്. 5 മക്കളും സമപ്രായക്കാരാണ് എന്നാണ് ഞാൻ പറയുക. സമപ്രായക്കാരായ 5 മക്കൾ ഉണ്ടാവുമോ എന്ന് ചോദിച്ചാൽ, ആദ്യത്തെ പ്രസവത്തിൽ ഭാര്യയ്ക്ക് 3 കുട്ടികളും 1 കൊല്ലം കഴിഞ്ഞപ്പോൾ 2 കുട്ടിയാകുമ്പോൾ തന്നെ 5 ആയല്ലോ. ഏതായാലും 5 കുട്ടികളാ. ഈ 5 കുട്ടികളെയും കൊണ്ട് കാര്യമായിട്ട് കുട്ടികളെ നോക്കുന്നത്, അമ്മ ആഹാരമൊക്കെ കൊടുക്കും, കിടത്തി ഉറക്കും. 5ഉം കുസൃതികളാണ്. ഇയാളുടെ പണി എന്താ വെച്ചാൽ ഈ 5 കുസൃതികളിൽ നോക്കലാണ് പണി. 5 പേർക്ക് 5 സ്വഭാവം. അയാളുടെ കാര്യം ഒന്ന് ആലോചിച്ച് നോക്കൂ. അതില് മൂത്തോന് അച്ഛാ കടപ്പുറത്തേക്ക് പോവാ. കടപ്പുറത്തേക്ക് പോവാന്ന് പറഞ്ഞാൽ അവനെ കൊണ്ടുപോയില്ലെങ്കിൽ അവൻ അവിടെ പെര വിളിച്ചു വെക്കും. എന്നാ ബീച്ചിൽ പോയാലോ കണ്ടമാനം കാഴ്ചകൾ അവളുണ്ട്. ഞാൻ കോഴിക്കോട്ടെ ബീച്ചിൽ ഇടയ്ക്ക് പോകാറുണ്ട്. എന്തൊക്കെയോ എക്സിബിഷൻ എന്നൊക്കെ പറഞ്ഞിട്ട് അതൊന്നും അങ്ങനെ കാണാറില്ലെങ്കിലും കുട്ടികളായിട്ട് പോകുന്നവർക്ക് എക്കോറിയം പോലത്തെ കുറേ കാര്യങ്ങളുണ്ട്. ഇതൊക്കെ ഈ കുട്ടിക്ക് കാണണം. സമുദ്രതീരത്തെ കുട്ടികൾ ആകാശത്തേക്ക് ബലൂൺ വിടും. ആ ബലൂൺ ആകാശത്ത് ഉയർന്ന് കാണണം. ഈ സ്വഭാവക്കാരനാണ്. സമുദ്രത്തിൽ തിര വരുന്ന കാണണം. രണ്ടാമത്തെ പയ്യന്റെ സ്വഭാവം എന്താ അറിയോ? ആകാശത്തേക്ക് ബലൂൺ പോകണമെന്നൊന്നും കാണുന്നില്ല. എവിടെ ശബ്ദം കിട്ടുമോ അങ്ങോട്ട് പോകും. മൈക്ക് വെച്ചിട്ടുള്ള പാട്ട്, ഗാനമേള, 4-5 ഗായകർ കൂടിയിട്ട് അടിച്ച് പൊളിച്ചിട്ടുണ്ടാവും. പക്ഷെ അങ്ങോട്ട് പോവാം. ഇതിലേക്കാണ് താല്പര്യം. ആ ഗാനമേള കേൾക്കുമ്പോ വേറെ എവിടെത്തുന്ന ഒരു പാട്ട് കേട്ടാൽ മതി, അങ്ങോട്ടായി. അപ്പൊ ബീച്ചിൽ ഓടക്കുഴൽ വിൽക്കുന്നവരുണ്ട്. അതിലിങ്ങനെ ഊതിയിട്ട് നല്ല വാദ്യങ്ങൾ വായിക്കാന്ന്, അത് വാങ്ങണം. മൂത്തോന്റെ താല്പര്യമില്ല ബന്റെ. ഈ രണ്ടും ഇതിപ്പം 3 പേരുടെ സ്വഭാവം പറയാൻ പോണേ ഉള്ളൂ. ഞാൻ എന്താ പറഞ്ഞു വരണത് എന്നുള്ളത് പതിവായിട്ട് ധന്യമേ ജീവിതം കേൾക്കുന്നവർക്ക് ഇപ്പോഴേ ഒരു ഊഹം കിട്ടും. മൂന്നാമത്തെ പയ്യന് ഹോട്ടലിന്റെ മണടിച്ചാൽ മതി. അച്ഛ അവിടെ കയറുക. മിക്കവാറും ഹോട്ടലുകളുടെ ടെക്നിക്ക് ഒരു തവണ കയറിയാൽ ആ ഹോട്ടലിൽ പിന്നെയും കയറാൻ തോന്നും. അതൊരു സത്യമാണ്. അതിന്റെ രീതി എന്താ, ടെക്നിക്ക് എന്താന്നുള്ളത് ഇപ്പൊ ഇവിടെ പറയുന്നത് എന്റെ വിഷയമല്ല. ആ ഹോട്ടലിൽ പോവാ. കഴിഞ്ഞ തവണ വളരെ നന്നായിരുന്നു. അവിടെ പോയാൽ തിരക്കൊണ്ട് കാത്തിരിക്കണം. അങ്ങനത്തെ ഹോട്ടലുകളുണ്ട്. അത് കഴിഞ്ഞിട്ട് ഇതിന്റെ ഒക്കെ മണമടിക്കുക എന്നല്ലാതെ ഭരണ പോലെ തീറ്റയൊന്നുമില്ല. കൊളുന്ന് വെക്കും, ഒരാ മണടിച്ചാൽ മതി. പിന്നെ നാലാമത്തെ പയ്യന് കണ്ടമാനം തിന്നണം. മണം അവിടെ ഒരു പ്രശ്നമല്ല. ഈ പയ്യൻ ഗന്ധം ആസ്വദിച്ചാൽ മതി, മണം ഉള്ളതൊരു പ്രശ്നമല്ല. ഇരുന്ന് തിന്നുക. അത് കഴിഞ്ഞിട്ട് കപ്പലണ്ടി വാങ്ങും, കടപ്പുറത്തുനിന്ന് ജിലേബി വാങ്ങും, ഐസ്ക്രീം വാങ്ങും. എങ്ങനെ ഇവരായിട്ട് പൊരുത്തപ്പെട്ടു പോവുക? 5ാമത്തെ പയ്യന് മണ്ണ് കളിക്കണം.
ആ പയ്യന്റെ സ്വഭാവം അനുസരിച്ച് അവനെ മണ്ണ് കളിക്കാൻ വിടാതെ നിവർത്തിയില്ല. കുറെ മണ്ണ് കളിക്കും. അത് കഴിഞ്ഞിട്ട് യന്ത്രജ്ഞാനിന്റെ മുകളിൽ കയറിയിട്ട് വേറെ കുട്ടികളെ കൂട്ടിട്ട് ഒരസും. അങ്ങനെയൊക്കെ രണ്ട് കൈ ഇങ്ങനെ ആയിട്ട് ഒരത്തി വീണ അവനിഷ്ടമാണ്. 1 മണിക്കൂർ പോലും 5 കുട്ടികളെയും കൊണ്ട് പൊരുത്തപ്പെടാനായിട്ട് കഴിയില്ല. വലിയ വിഷമായി. അപ്പൊ ഒരു ഗുരുനാഥനോട് ചോദിച്ചു, 5 ആൾക്കും 5 സ്വഭാവമാണ്, ഞാൻ എന്താ ചെയ്യുക? അപ്പൊ ഗുരുനാഥൻ പറഞ്ഞു, 5 പേരെയും കൂടി ഒരു കൂട്ടിലിടുക എന്നുള്ളത് നടക്കണ കാര്യമല്ല. നായെ കൂട്ടിലിടുന്ന പോലെ 5 പേരെ ഒരു കൂട്ടിലിടുക. അവരുടെ വാസനയ്ക്കനുസരിച്ച് കുറച്ചൊന്ന് വിട്ടുകൊടുക്കണം. എന്നിട്ടോ വല്ലാതെ സ്വാതന്ത്ര്യം കൊടുക്കുകയും ചെയ്യണം. കാഴ്ച കാണാൻ ആഗ്രഹമുള്ളവനെ ഒട്ടും അങ്ങോട്ട് വിടാതിരിക്കരുത്. അത് കഴിഞ്ഞിട്ട് ഇവിടെ സിനിമ കളിക്കേണ്ടത് സിനിമയും കാണണവന് കുറച്ച് സ്വാതന്ത്ര്യം. എല്ലാവർക്കും മണ്ണ് കളിക്കണം എന്ന് ആഗ്രഹമുള്ളവന് ഒന്ന് കളിച്ചോട്ടെ. ചില അമ്മമാര് കുട്ടികളോട് മണ്ണ് കളിച്ചോളാൻ പറഞ്ഞ് ഞാൻ കണ്ടിട്ടുണ്ട്. അപ്പൊ നമ്മള് വിചാരിക്കും, ഈ അമ്മമാരെന്താ കളിച്ചോളാൻ പറഞ്ഞ വെച്ചാ ഇനി കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. ആ ഡ്രസ്സ് ഏതായാലും തിരുമ്പണം. അപ്പൊ കളിച്ചോട്ടെ, ഇനി കുളിപ്പിക്കാൻ കൊണ്ടുപോകണം. മണ്ണിൽ തല കുത്തി മറന്നോട്ടെ. വിട്ടുകൊടുക്കും വേണം, വിട്ടുകൊടുക്കാതിരിക്കാൻ പറ്റൂല. ഇതാണ് ഇത് കേൾക്കുന്ന നമ്മുടെ മുഴുവൻ ജീവിതത്തെ കുറിച്ചാണ് പറഞ്ഞത്. ഈ 5 മക്കളും നമ്മുടെ ശരീരത്തിലുണ്ട്. കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക്. 5 കുട്ടികളാണ്, വികൃതി പിള്ളേര്. 5നും കൂടി കൂട്ടിലിടാൻ പറ്റുമോ? നടക്കണ കാര്യമാണോ? പ്രാവർത്തികമാണോ? കണ്ണുണ്ടായതുകൊണ്ടല്ലേ നമ്മൾ നടക്കണത്. അപ്പൊ കണ്ണിനോട് കാഴ്ച കാണരുതെന്ന് പറയുക. കാതുണ്ടായതുകൊണ്ടല്ലേ കേൾക്കണത്. ആ ശബ്ദം കേൾക്കാതെ വന്നാൽ ഉണ്ടാകാവുന്ന ദുഃഖത്തെ പറ്റി ഞാൻ വിസ്തരിക്കുന്നില്ല. ശ്രവണം, മൂക്ക് ഗന്ധം, നാക്ക് രുചി. നാക്കിന് രുചി വേണ്ടേ? നാക്കിന് രുചി വേണമെന്നുള്ളത് നമ്മുടെ നാക്ക് പറഞ്ഞുകൊണ്ടിരിക്കും. കനത്ത വേനല് ചൂട് താങ്ങാൻ വയ്യ. ഇതിപ്പോ കോഴിക്കോട് ഇരുന്ന് സംസാരിക്കുമ്പോ കനത്ത. ഉച്ചക്ക് ഒരു കല്യാണത്തിന് പോയി. അവിടുന്ന് വിശക്കുന്ന സമയത്ത് വിശപ്പുമില്ല, ഇത് കഴിക്കണം എന്ന് തോന്നുന്നില്ല. അഗ്നി ബോഡിയിൽ ധാരാളം ഉണ്ടായതുകൊണ്ട് അവസാനം വേസ്റ്റ് ഒന്നും കഴിച്ചില്ല എന്ന് പറയാം. അതും കഴിഞ്ഞ് ഇപ്പൊ ഈ നേരം ഇതെടുക്കണ വൈകുന്നേരം 5 മണിക്കാണ്. കുറച്ചൊരു വിശപ്പുണ്ട്. ഇതാണ് ആമാശയത്തിന്റെ സ്ഥിതി. 5 പേരെയും നിയന്ത്രണം വിട്ട് പോകാനും പാടില്ല. വല്ലാത്തൊരു പ്രശ്നമാണ്. സ്പർശം പാടില്ല എന്ന് പറയാൻ പറ്റുമോ? സ്പർശസുഖത്തിന്റെ പേരിലല്ലേ വലിയ വലിയ വീഴ്ച ഓരോർക്കുണ്ടാവണത്. വളരെ മഹാമാരാന്ന് വിളിക്കുന്ന പലരെ കുറിച്ചും ഓരോ ആരോപണമൊക്കെ വരുമ്പോൾ, ആ ആരോപണം വരുമ്പോൾ എന്താ അതിന്റെ പിന്നിലെ കാര്യം? സ്പർശം. അപ്പൊ അതിന്റെ അർത്ഥം സ്പർശസുഖം പാടില്ല എന്നോ? ആ സ്പർശസുഖം നഷ്ടപ്പെടുന്നതിന്റെ പേരല്ലേ കുഷ്ഠരോഗം. ശരീരത്തിൽ തീക്കനൽ വന്നു വീണാലും അറിയില്ല. സ്പർശത്തിന്റെ ഇത് പോകും. ഇതൊക്കെ വേണം. കണ്ണുകൊണ്ട് കാണേണ്ടതിനെ കാണണം, അനാവശ്യമായിട്ട് കാണരുത്. രാത്രി 10 കഴിഞ്ഞാൽ നെറ്റിന്റെ മുമ്പിൽ ഇരിക്കരുത്. കാതുകൊണ്ട് കേൾക്കുന്ന അത്ര കേൾക്കാം. ചെവിയുടെ അകത്തേക്ക് യന്ത്രങ്ങൾ വെച്ച് വല്ലാതെ കാതിന് സ്വാതന്ത്ര്യം കൊടുക്കരുത്. മൂക്കിന് വല്ലാതെ സ്വാതന്ത്ര്യം കൊടുക്കരുത്.
അജാമോട്ടോ അങ്ങോട്ട് ചേർത്തുണ്ടെങ്കിൽ ഏതും നമുക്ക് തിന്നണം തോന്നും. നാക്കിനെയും ശ്രദ്ധിക്കണം. നാക്കിന് രണ്ട് കാര്യമാണ്: ഭക്ഷ്യം, ആഹാരം കഴിക്കുക മാത്രമല്ല, വർത്തമാനം അതിൻ്റെ ഒരു ഭാഗമാണ്. സ്പർശം, ത്വക്ക്. കുട്ടികളെ മടിയിൽ വെക്കണ്ടേ, ഉമ്മ വെക്കണ്ടേ, ഇതൊക്കെ സ്പർശത്തിന്റെ ഒരു ഭാഗമല്ലേ. 5 കുട്ടികളെയും വെച്ചിട്ടാണ് എല്ലാരും കളിക്കണത്. 5 കുട്ടികളെ വെച്ച്, കണ്ണ്, കാത്, മൂക്ക്, നാക്ക്, ത്വക്ക് എന്ന 5 കുട്ടികളെ വെച്ച് നാം കളിച്ചുകൊണ്ടിരിക്കുകയാണ്. കുട്ടികൾക്ക് കുറച്ച് സ്വാതന്ത്ര്യം കൊടുക്കണം. ഒട്ടും സ്വാതന്ത്ര്യം കൊടുക്കാതിരിക്കാനും പറ്റില്ല. ഇത് ചെറിയൊരു കാര്യമല്ല. കേൾക്കുമ്പോൾ തോന്നും ധന്യമീ ജീവിതത്തിൽ എത്ര നിസ്സാരമായ കാര്യമാണെന്ന്. ഈ കുട്ടികളെ ഒതുക്കുന്ന കാര്യമാണ് 10,000-കണക്കിന് ഗ്രന്ഥങ്ങളിൽ പറഞ്ഞത്. സനാതന ധർമ്മത്തിന് വലിയ ലൈബ്രറിയാ, 10,000 ഗ്രന്ഥങ്ങളുണ്ട്, ഗീതയും ഭാഗവതവും ഉൾപ്പെടെ. ഇത് ശ്രദ്ധിക്കേണ്ട വിഷയമല്ലേ എന്ന് ചിന്തയ്ക്ക് വിട്ട് വാക്കുകൾ സംഭരിക്കുന്നു. നമസ്കാരം.